ഞാൻ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്തൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. കഴിഞ്ഞ 31 കൊല്ലമായി ബാങ്ക് പരീക്ഷകൾക്ക് മറ്റ് മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. ആയിരക്കണക്കിന് എൻ്റെ വിദ്യാർത്ഥികൾ ഇന്ന് ബാങ്കിൽ പ്രവർത്തിക്കുന്ന കാര്യം അഭിമാനപൂർവ്വം ഞാൻ ഓർക്കുന്നു. ബാങ്ക് ജോലികളുടെ സ്വീകാര്യത എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്യാനുള്ളൊരു കാരണം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഫോണിൽ സംഭാഷണം നടത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറയാറ്, സാർ ഞാൻ വളരെ ഭാഗ്യം ചെയ്ത ഒരാളാണ്. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ പ്രൊമോഷനൊന്നും പോയിട്ടില്ല. 2008 ആണ് ഞാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചതും അദ്ദേഹം ബാങ്കിൽ ജോലി ലഭിച്ചതും. ഞാനിപ്പോൾ ഹെഡ് കാഷ്യർ എന്ന റോളിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ നിന്നൊരു അരമണിക്കൂർ മാത്രം അകലെ, മാക്സിമം അരമണിക്കൂർ മാത്രം അകലെ ഉള്ളൊരു ദൂരത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ശമ്പളം 1,52,000 രൂപയാണ്. അപ്പോൾ ക്ലറിക്കൽ കാഡറിൽ കീ ഹോൾഡ് ചെയ്യുന്നു എന്നതുകൊണ്ട്, അത് അദ്ദേഹം ഒരു ഹെഡ് കാഷ്യർ എന്നുള്ള ഒരു പദവിയിലിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എത്ര ശമ്പളം കിട്ടുന്നു, പ്രൊമോഷന് പോകാതെ തന്നെ എത്ര ശമ്പളം കിട്ടുന്നു. ഇനി കീ ഹോൾഡിംഗ് ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരു ശമ്പളം ഒരു 1,30,000 രൂപ. ഞാൻ വളരെ ഭാഗ്യവതിയാണ് എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് സൂചിപ്പിച്ചത്. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം എനിക്ക് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം ഗവൺമെൻറ് ഓഫ് കേരളയിൽ വർക്ക് ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇതൊരു സന്തോഷകരമായൊരു അനുഭവമായി എനിക്കും തോന്നി. ഒരാൾ സ്വന്തമായി ഞാൻ ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ് എന്ന് കരുതുന്നതിനപ്പുറം മറ്റൊരു സന്തോഷമില്ലല്ലോ. എന്താണ് ബാങ്ക് ജോലികളുടെ സ്വീകാര്യത എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ഒന്ന്, അതിൻ്റെ പെർമനൻസി ഓഫ് ജോബ് തന്നെയാണ്. സ്ഥിര ജോലി എന്ന് പറയുന്നത് മലയാളിയുടെ എക്കാലത്തെയും താല്പര്യങ്ങളൊന്നാണ്, സ്ഥിരമായൊരു ജോലി. നമുക്കറിയാം, കൊറോണ വന്നപ്പോൾ ആൾക്കാർക്കെല്ലാം ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു പോയി. നമുക്ക് പലർക്കും വീട്ടിൽ അടച്ചുപൂട്ടി ഇരിക്കേണ്ടതായി വന്നു. അന്നും ശമ്പളത്തിൽ ഒരു കുറവും വരാതെ റിസ്ക് അലവൻസ് എന്ന് പറഞ്ഞ അധിക ശമ്പളം വാങ്ങിച്ച ഒരു കൂട്ടരാണ് ബാങ്ക് ജീവനക്കാർ എന്ന് നമുക്ക് ഓർക്കേണ്ടി വരും. 2, ഒരു സോഷ്യൽ സ്റ്റേറ്റസ്. സമൂഹത്തിൽ തീർത്തും ഒരു വില തന്നെയാണ്. ഒരു ബാങ്കർ എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റ് ഓർമ്മപ്പെടുത്തലുകളൊന്നും വേണ്ട, അവർക്കുള്ളൊരു സമൂഹത്തിലെ വില നമുക്ക് മനസ്സിലാവും. ഒരു ബാങ്കർ, ഞാൻ വർക്ക് ചെയ്യുന്നത് യൂണിയൻ ബാങ്കിലാണ്, സ്റ്റേറ്റ് ബാങ്കിലാണ്, കനറ ബാങ്കിലാണ്, ഫെഡറൽ ബാങ്കിലാണ് എന്ന് പറയുമ്പോൾ അവർക്കൊരു അക്സെപ്റ്റബിലിറ്റി തീർച്ചയായിട്ടുമുണ്ട്. പിന്നെ അവരുടെ ജോലിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ടി വരില്ല. അപ്പോൾ ഒരു സോഷ്യൽ അക്സെപ്റ്റബിലിറ്റി, ഡിഗ്നിറ്റി എന്ന് പറയുന്നത് തീർച്ചയായും ഉണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്, ശമ്പളത്തേക്കാൾ ഉപരി പെൻഷൻ, പ്രൊവിഡൻറ്റ് ഫണ്ട്, 100% ഇൻഷുറൻസ്. ഇപ്പോൾ നമുക്കൊരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ ബുദ്ധിമുട്ട് പോകും, കാരണം മെഡിക്കൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. എന്നാൽ 100% മെഡിക്കൽ ഇൻഷുറൻസ് ആണ് എല്ലാ ബാങ്ക് ജീവനക്കാർക്കുമുള്ളത്. പ്രൊവിഡൻറ്റ് ഫണ്ടുണ്ട്, അവർക്ക് പെൻഷനുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി അല്ല, കോൺട്രിബ്യൂട്ടറി ആണെങ്കിലും അവർക്ക് പെൻഷനുണ്ട്. അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക നിലവാരം നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഉറപ്പുവരുത്താം. അത് ജോലിയിൽ നിന്ന് പിരിയുന്നത് വരെയും പിരിയുന്നതിന് ശേഷവും നിങ്ങൾക്ക് ഏതാണ്ട് സാമ്പത്തികമായ സുരക്ഷിതത്വം നിങ്ങൾക്ക് ഉറപ്പാക്കാം. പിന്നെ വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സർവീസ് കണ്ടീഷൻസാണ്. എന്താണ് സർവീസ് കണ്ടീഷൻസ് ഉള്ളത്? വളരെ വ്യക്തമാണ്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പ്രൊമോഷൻ സ്കോപ്പ് ഒരു വളരെ വലിയൊരു കാര്യമാണ്. അത് ഗവൺമെൻറ്റിൽ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള കൃത്യമായ പ്രൊമോഷൻ ആവശ്യമുള്ളവർക്ക്, പ്രൊമോഷൻ ആസ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്രൊമോഷൻ കിട്ടുന്നു. എൻ്റെ തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒരു AGM കാഡറിലും DGM കാഡറിലും വർക്ക് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. ചീഫ് മാനേജർ ലെവലിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ പ്രൊമോഷൻ വളരെ ഫാസ്റ്ററാണ് ബാങ്കുകളിൽ എന്നതും ഈ ബാങ്ക് ജോലിയെ വളരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഓരോ 5 കൊല്ലം കൂടുമ്പോഴും ബാങ്ക് ജോലിയുടെ, ഞാനൊരു 92 ഞാൻ ബാങ്കിൽ കയറി കുറച്ചു കാലം ബാങ്കിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അന്ന് മുതൽ എനിക്ക് ബാങ്ക് എന്നൊരു സംഭവത്തെക്കുറിച്ച് ഞാൻ വളരെ അടുത്ത് നോക്കിക്കാണുന്ന ഒരാളാണ്. ഏതാണ്ട് ഒരു 5 കൊല്ലം കൂടുമ്പോൾ അല്ലെങ്കിൽ 6 കൊല്ലം കൂടുമ്പോൾ സാലറി ഓൾമോസ്റ്റ് ഒന്ന് ഡബിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എവരി 5 ഇയേഴ്സ്, എവരി ബൈപാട്രിയേറ്റ് സെറ്റിൽമെൻറ്റ് വരുമ്പോഴും അവരുടെ ശമ്പളം ഏതാണ്ട് ഡബിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായി തോന്നുന്നൊരു കാര്യം, നമുക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കാമെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നിൽക്കുക, നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തീർത്തും അഭിമാനകരമാണ്. അത് മറ്റുള്ളവരിൽ അസൂയമുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഏറ്റവും നല്ല സാമൂഹിക സുരക്ഷിതത്വം നമുക്ക് കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ
വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടൊരു ജോലി ചെയ്യാനുള്ള ഒരു അവസരം തന്നെയാണ് ബാങ്ക് ജോലി എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ വിദ്യാർത്ഥികൾ തന്നെ പലരും ഇടയ്ക്കിടയ്ക്ക് അവർ LTC ലീവ് ട്രാവൽ കൺസെഷൻ ഒക്കെ എടുത്ത് വിദേശത്തും ഇന്ത്യയിൽ തന്നെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ പോകുന്നു. വിവിധ ബ്രാഞ്ചുകളിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നു. നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള ബ്രാഞ്ചുകളിൽ തന്നെ പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നു. അപ്പോൾ നാടിനെ മനസ്സിലാക്കാനുള്ള അവസരം കിട്ടുന്നു. പിന്നെ അവർ 2 കൊല്ലം കൂടുമ്പോഴോ 4 കൊല്ലം കൂടുമ്പോഴാണെന്ന് തോന്നുന്നു അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള, ബാങ്കിൻ്റെ ചിലവിൽ ട്രാവൽ ചെയ്യാനുള്ള ഒരവസരം. അപ്പോൾ അതൊക്കെ അവരുടെ എക്സ്പോഷറിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്, അവർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ബാങ്കിൻ്റെ ചിലവിൽ തന്നെ നടക്കുന്നു എന്നതും ബാങ്ക് ജോലിക്ക് വളരെ അട്രാക്ഷനായ കാര്യമാണ്. അപ്പോൾ ബാങ്ക് ജോലിയുമായി പിന്നെ തീർച്ചയായിട്ടും വർക്ക് പ്രഷർ എന്നൊക്കെ പറയുന്ന കാര്യം എല്ലാ ജോലിക്കുമുണ്ട്. വർക്ക് പ്രഷർ, താങ്ങാൻ പറ്റാത്ത വർക്ക് പ്രഷർ എന്നൊക്കെ ഓരോരുത്തരും, അതൊക്കെ എല്ലാ കാര്യങ്ങളുണ്ട്. ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ശീതീകരിക്കപ്പെട്ട ബാങ്ക് മുറികളായിരുന്നില്ല, കമ്പ്യൂട്ടറൈസ്ഡ് ആയിരുന്നില്ല. അപ്പോൾ വലിയ ലെഡ്ജറുകളുമൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യേണ്ടി വരിക. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, എല്ലാ ബാങ്കിങ് ഹാൾസും എയർ കണ്ടീഷൻഡാണ്, ശീതീകരിക്കപ്പെട്ട മുറികളാണ്. കംഫർട്ട് ലെവൽ അവിടെ കൂടി. 2, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പോൾ വലിയ ഹെവി ലെഡ്ജറുകളൊന്നും കയ്യിൽ കരുതേണ്ട കാര്യമില്ല, എടുക്കേണ്ട കാര്യമില്ല, കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കാലാകാലങ്ങളിൽ വന്ന മാറ്റങ്ങളും ഒക്കെ ഉണ്ട്. അന്നും എല്ലാ ജോലിക്കും ഏത് ജോലിക്കും ഒരു ഡോക്ടർക്ക് പ്രഷറില്ലേ, വർക്ക് പ്രഷറില്ലേ ഉണ്ട്, ഒരു എഞ്ചിനീയർക്ക് വർക്ക് പ്രഷറിലെ ഉണ്ട്. അപ്പോൾ ഒരു ബാങ്കർക്ക്, ഒരു അഡ്വക്കേറ്റിന് വർക്ക് പ്രഷറിലെ ഉണ്ട്, പെർഫോമൻസ് പ്രഷറിലെ ഉണ്ട്. അപ്പോൾ ഏതൊരു മേഖലയിലും, ഒരു ജഡ്ജിക്കില്ലേ, തീർച്ചയായിട്ടും ഉണ്ട്, വർക്ക് പ്രഷറും എല്ലാം ഉണ്ട്. അപ്പോൾ ഏതൊരു മേഖലയിൽ പോയാലും വർക്ക് പ്രഷർ എന്നൊരു കാര്യമൊക്കെ ഉണ്ട്. അത് ഒക്കെ നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ സീസൺഡായി വരും എന്ന് പറഞ്ഞ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിന് അപ്പുറമുള്ള വർക്ക് പ്രഷറൊന്നും ഉള്ളതായി തോന്നുന്നില്ല. അപ്പോൾ ആർക്കും, വിദ്യാഭ്യാസമുള്ള ആർക്കും കാക്ഷിക്കാവുന്ന ഒരു ജോലി തന്നെയാണ് ബാങ്ക് ജോലി എന്ന് പറയുന്നത്. പക്ഷേ കിട്ടുക അത്ര എളുപ്പമല്ല. നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ, നല്ലതുപോലെ ട്രെയിൻ ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഇവിടെയും നമ്മളുടെ വിദ്യാർത്ഥികൾ മേക്ക് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, അവർക്ക് വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്ന രീതിയിൽ പഠിച്ച് നേടണം. കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം നല്ലൊരു ജോലി ലഭിക്കണമെങ്കിൽ നമ്മൾ അല്പം അധ്വാനിക്കേണ്ടി വരും. അതുതന്നെ അഡ്വാൻസ്ഡ് ആയിട്ട്, വെൽ ഇൻ അഡ്വാൻസ് പ്രിപ്പയർ ചെയ്യുക. 2026 വരാമെന്ന പരീക്ഷയ്ക്ക് ഇപ്പോഴേ പ്രിപ്പയർ തുടങ്ങുക. അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും വിജയം വരും. എൻ്റെ വിദ്യാർത്ഥികൾ നല്ല ശതമാനവും അങ്ങനെയൊക്കെ തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് വിജയം നേടുന്നതെന്നും എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റും. അപ്പോൾ ഈ വളരെ അട്രാക്റ്റീവായ, സമൂഹത്തിന് സ്വീകാര്യമായ ഈ ജോലിയിലേക്ക് ജോലി നേടാനായി ഏവർക്കും കഴിയട്ടെ. അതിനുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ. ICD എന്ന ഞങ്ങളുടെ സ്ഥാപനം 14,500 പരം വിദ്യാർത്ഥികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാനുള്ള വഴി കാണിച്ചു കൊടുത്ത സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഞങ്ങൾ ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഈ ക്ലാസ്സുകളെക്കുറിച്ച് അറിയാനായി ഞങ്ങളുമായി ബന്ധപ്പെടുക. 7994607994 എന്ന ഞങ്ങളുടെ നമ്പറുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ സേവനം നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. നല്ലത് വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.